മറ്റൊരു പാട്ടില്ലേ, ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ, അതുപോലെ ആരോടും മിണ്ടാണ്ട് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാണ്ട് ലൈറ്റ് റൂം ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് കുറച്ച് അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ച് ഭയങ്കര യൂസ്ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ച് നമുക്ക് യൂസ്ഫുൾ നമ്മൾ ഉപയോഗിക്കാത്ത, സാധാരണക്കാർ ഉപയോഗിക്കാത്ത സ്റ്റുഡിയോ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചധികം ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് എന്തൊക്കെയാണ് ഈ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് വളരെ ക്വിക്കായിട്ടൊന്ന് കണ്ടു നോക്കാം. സോ വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് ആദ്യം കാണാൻ പോകുന്ന ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ടൂളാണ്. അതും സാധാരണ റിമൂവ് ബ്രഷ് ടൂളല്ല, ഇത് നമ്മുടെ ഫോട്ടോഷോപ്പിലുള്ള അതേ സാധനം വിത്ത് എന്താ പറയുക, വിത്ത് നമ്മുടെ ജനറേറ്റീവ് AI കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു സാധനം ഉണ്ടാക്കാമെന്നല്ല, ഒരു സാധനം ഇവിടെ നിന്ന് മായ്ച്ച് കളയുമ്പോൾ വളരെ വൃത്തിക്ക് അത് ജനറേറ്റീവ് AI ഇമേജിൻ്റെ ഹെൽപ്പോടെ, AIയുടെ ഹെൽപ്പോടെ നമുക്കത് മായ്ച്ച് കളയാതാണ്. അപ്പോൾ അതൊരു ഏർലി ആക്സസ് ഫീച്ചറാണ്. അത് ഏർലി ആക്സസ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീറ്റ ഫീച്ചർ പോലെയാണ്, പക്ഷേ ഇത് ലൈറ്റ് റൂമിൽ തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം എവിടെയെന്നുള്ള കാര്യം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു മൈക്രോബ്ര നമ്മുടെ റേസർ ടൂളെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുതിയൊരു സാധനമുണ്ട്. പുതിയതല്ല, നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം വന്നിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, റിമൂവ്, മറ്റേ ക്ലോൺ ടൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. എയർലി ആക്സസ് ആണ്, ജനറേറ്റീവ് AI, ഒബ്ജക്റ്റ് അവെയർ. ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് രണ്ടും ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണ പഴയ പോലത്തെ റിമൂവ് ടൂളേ വരുള്ളൂ. പക്ഷേ ജനറേറ്റീവ് AIയും ഒബ്ജക്റ്റ് അവെയറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മായ്ച്ച് കളയുന്ന സാധനം ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ കളഞ്ഞ് അവിടെ വേറൊരു സാധനം കൊടുക്കും. നമുക്ക് കാണിച്ചു തരാം. അതിവിടെ സൈസ് കൂട്ടാൻ, ബ്രഷിൻ്റെ സൈസ് കൂട്ടാനും അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും വിഷ്വലൈസ് സ്പോട്ട്സ് എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഇപ്പം ഈ എന്താ പറയുക, ഈ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ അത് വിഷ്വലൈസ് സ്പോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടണേ കുറയ്ക്കാം, അങ്ങനെ കുറയ്ക്കാം. അപ്പോൾ എവിടെയൊക്കെയാണ് സ്പോട്ട്സ് ഉള്ളത് നമുക്ക് നോക്കാൻ പറ്റും, അതിനനുസരിച്ച് നമുക്ക് മായ്ച്ച് കളയാൻ പറ്റും. നമുക്കതിപ്പം വിടുക, നമുക്ക് ഈ മായ്ച്ച് കളയുന്ന സംഭവം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കമ്പ് ഐ തിങ്ക് ദാറ്റ്സ് അൺനെസസറി എന്ന് ഞാൻ വിചാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കവിടെ ഇതിന് പറ്റിയൊരു ബ്രഷ് ടൂൾ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യാം, നിങ്ങളുടെ മൗസിൻ്റെ ഈ ഒരു സ്കോളറും വെച്ച് കൺട്രോൾ ചെയ്യാം. അപ്പം ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് അത്യാവശ്യം ഒരു സൈസ് ഉണ്ടാക്കി ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് വരയ്ക്കുകയാണ്. അത് അനലൈസ് ചെയ്തു, ഉടനെ തന്നെ ആ സബ്ജക്റ്റിനെ അവിടെ ഡിക്റ്റേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്കിനി വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം, കൂടുതൽ സാധനങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു സാധനം ആഡ് ചെയ്യുമെന്ന് വിചാരിക്കുക, എൻ്റെ കൊറ്റീനെ വേണമെങ്കിൽ ആഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. നമുക്ക് വേണമെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. ആഡ് ചെയ്തതിൻ്റെ AI ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തതാണത്, ഡിക്റ്റേറ്റ് ചെയ്തതാണ് ആദ്യത്തേത്. നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ബ്രഷ് ഉള്ളത്. അപ്പം നമുക്കല്ലാണെങ്കിൽ നമുക്കത് വായിച്ചാൽ നമുക്കിതിപ്പം വേണ്ടല്ലോ, ഇതിനെ വായിച്ച് കളയണ്ടല്ലോ, ഇതിൽ നമ്മൾ മെയിൻ സബ്ജക്റ്റ്. എനിവേ, ശേഷം നമുക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് AIയുടെ ഹെൽപ്പോടെ ഈ ഒരു സാധനം പ്രോപ്പറായിട്ട് അവിടെ നിന്ന് മായ്ച്ച് കളയും. അപ്പം സാധനം മായ്ച്ച് കളഞ്ഞിരിക്കുകയാണ്. നമുക്കത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ലോ ക്വാളിറ്റി സാധനമായിരിക്കും ജനറേറ്റീവ് AI അവിടെ കൊണ്ട് വെക്കുക. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് വൃത്തിക്ക് വലിയ മോശമില്ലാണ്ട് അത് ചെയ്തു തന്നു. സംഭവം മായ്ച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ 3 വേരിയേഷൻസ് നമുക്ക് തരുന്നുണ്ട്. ഇവിടെ 1, 2, 3 എന്നുള്ളത് നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 1, 2, 3 അത് കൂടുതൽ മാച്ച് ആവുന്നില്ല. ഇതിപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ബ്ലറായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് അത്ര വ്യത്യാസം വരുന്നില്ല. പക്ഷേ നിങ്ങൾ സ്വന്തം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ റിഫ്രഷ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്ത് നോക്കാം. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു വാട്ടർഫോളിൻ്റെ ഫോട്ടോ, ബൈ ദ വേ ഈ ഒരു ഫോട്ടോസൊക്കെ എൻ്റെ അല്ല, ഇതൊക്കെ സിഗ്നേച്ചർ എഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് റോ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് എഡിറ്റിങ് പ്രാക്ടീസ് ചെയ്യാം. സോ ഗുഡ്, അത് വളരെ ഉപകാരമുള്ള കാര്യമാണ്. അതിന് പൈസയൊന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. എനിവേ നമുക്കിവിടെ നിന്ന് മായ്ച്ച് കളഞ്ഞേക്കാം. നമുക്ക് ഇതെടുത്തു, ഒരു ടൂൾ എടുത്തു, ബ്രഷ് എടുത്തു. ഞാൻ ഈ എണ്ണൻ്റെ മേല് മൊത്തം ഞാൻ റഫായിട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ ആൻഡ് അനലൈസ് ചെയ്യുന്നു. സബ്ജക്റ്റിനെ വളരെ പ്രോപ്പറായിട്ട് ലൈറ്റ് റൂം ഡിക്റ്റേറ്റ് ചെയ്തു ആൻഡ് അപ്ലൈ ചെയ്തു. ഓക്കെ, മീൻ വൈൽ ഒരു കാര്യം പറയാം. അതായത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾക്ക് എത്ര പേർക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഒരു ബേസിക് ട്യൂട്ടോറിയൽ ആഗ്രഹിക്കുന്നവരുണ്ട്? ഡാവിഞ്ചി റിസോൾവിൻ്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ അൾട്രാ പ്രോമാക്സ് ബേസിക് ട്യൂട്ടോറിയൽ. അതായത് ഇപ്പോൾ ക്യാനോൺ ലോഗ് 3 ഈ ഒരു ഫയല്, ഇങ്ങനെ ഇരിക്കുന്ന ഫയൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയെടുക്കുന്നത് ഞാൻ കളർ ഗ്രേഡ് ചെയ്തുകൊണ്ടാണ്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ചില രീതികൾ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്, ഇറ്റ്സ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. പക്ഷേ വളരെ സാധാരണക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്, കുറച്ച് വീഡിയോസൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് ഡാവിഞ്ചി റിസോൾവ് ഫ്രീ ആണല്ലോ, ആ ഫ്രീ വേർഷൻ്റെ ഒരു ട്രെയിനിങ്
അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒരു വീഡിയോ വെച്ച് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൊവൈഡഡ് നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തരാൻ പറ്റും, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ഇട്ടേരെ. ഓക്കെ, എനിവേ നമ്മുടെ അണ്ണനെ ഇവിടെ മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഗുഡ് അല്ലേ, നന്നായിട്ട് തന്നെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വലിയ പ്രിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയ പർപ്പസിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഉപകാരപ്പെടുന്നതാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്, അതായത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെൻസ് ബ്ലർ. ഇത്രയും നാൾ എവിടെയായിരുന്നു കിടന്നിരുന്നത്? എയർലി ആക്സസ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവത്തിനകത്തെ പോലെ. ഇപ്പോൾ അത് നമ്മുടെ ഒഫീഷ്യലിനകത്ത് വന്നിട്ടുണ്ട്. സോ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 4.5 ഇട്ട ഒരു സാധനം നമുക്ക് 1.8 ആക്കുന്ന ഒരു സംഭവമാണ്. അത് AI-യുടെ ഹെൽപ്പോടെ സബ്ജക്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്ത് നമ്മളെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്ന ഒരു സംഭവമാണ്. എനിവേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലെൻസ് ബ്ലർ കാണും. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഫോട്ടോ അനലൈസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യും. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഫീച്ചർ. അപ്പോൾ ഇവിടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ബ്ലർ എമൗണ്ട് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ ഇതിനകത്തൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ വലിയ ബ്ലറൊന്നും വന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ നോക്കുക, കണ്ടു എവിടെയാണത് ബ്ലറായിരിക്കുന്നതെന്ന് നോക്കിയേ. അതായത് അതിനൊരു റേഞ്ച് അവരത് മനസ്സിലാക്കി. കാരണം അവർ ഓട്ടോമാറ്റിക്കലി ഇവൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ ഒരു സാധനത്തിന് ഏകദേശം ഫോക്കസ് ഉണ്ടാവും. ഇതിനൊക്കെ ഇവൻ്റെ ഒപ്പം തന്നെ ഫോക്കസ് ഉണ്ടാവും. പക്ഷേ ഇതൊന്നൊരു പാളിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ഫോക്കസ് ആവാൻ പാടില്ലായിരുന്നു. ഇനി നമുക്കത് കറക്റ്റ് ചെയ്യാനും അതിന് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിഫൈൻമെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതായത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വിഷ്വലൈസ് ഡെപ്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കൃത്യമായി മെയിൻ ഫോക്കസും ഏതൊക്കെയാണ് തൊട്ട് താഴെയുള്ള ഫോക്കസും ഏതൊക്കെയാണ് തീരെ ഫോക്കസ് അല്ലാത്തതെന്നും കാണിക്കും. അതാണ് ഇവിടെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഇത്രയും ഏരിയസ് തീരെ ഫോക്കസ് അല്ല. ഈ മെയിൻ സബ്ജക്റ്റിനൊപ്പം തന്നെ ഈ ഏരിയാസൊക്കെ ഫോക്കസാണ്. ഇവനൊക്കെ കുഴപ്പമില്ലാത്ത ഫോക്കസാണ്. അപ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. നമ്മൾ മാക്സിമം ക്ലോസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ മാക്സിമം ആ ഒരു നാരോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഡെപ്ത് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും പോയിട്ടുണ്ട്. ഇത്ര ഏരിയ മാത്രമേ ഫോക്കസ് അല്ലാത്തുള്ളൂ. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കതിവിടെ ഒരു സെറ്റപ്പ് നമുക്കിനിയിപ്പം നേരെ തിരിച്ചാണ് വേണ്ടതെങ്കിലും നമുക്ക് ചെയ്യാം. നേരെ തിരിച്ചാണ് വേണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലർ ഫോക്കസ് ആക്കാം. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനിയും നമുക്ക് വീണ്ടും വിഷ്വലൈസ് ഡെപ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നേരത്തെ പോലെ തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ആക്കാനും ഈ ബ്ലർ ആക്കാനുമുള്ള ഒരു റിഫൈൻമെൻറ്റ് രണ്ട് ബ്രഷുകളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ? ഇത് ബൂസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ബൂസ്റ്റ് ചെയ്യുവാണ് മാക്സിമം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകാൻ വേണ്ടി. ഇപ്പോൾ ഇതെല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് ആയല്ലോ. അപ്പം നമുക്ക് ഫോക്കസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബ്രഷ് എടുത്ത് നമുക്ക് കണ്ണനെ ഫോക്കസ് ആക്കണമെങ്കിൽ ഫോക്കസ് ആക്കാം. ഇവിടുന്ന് ഫോക്കസ് ആക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഫോക്കസ് ആക്കാം. ഇനി അല്ലെങ്കിൽ നമുക്ക് ബ്ലറാണ് ആക്കേണ്ടതെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് ബ്ലറാക്കാം. നമുക്ക് ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തൊരു സാധനം ഞാൻ വേറൊരു ഫോട്ടോയിൽ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ കൊടുക്കുകയാണ്. ചില സമയം കൊടുക്കണം. അനലൈസ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നന്നായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി ഞാൻ മാക്സിമം ബൂസ്റ്റ് ചെയ്തു. ഞാൻ ബ്ലർ കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഏരിയ ആണല്ലോ നമ്മുടെ സംഭവം വന്നിരിക്കുന്നത്. നമുക്കന്നേരം ഈ ഒരു അണ്ണൻ്റെ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്കതൊരു ബ്ലറിന് ഒരിച്ചിരി ബ്രഷൊക്കെ വെച്ച് വേണമെങ്കിൽ ഇച്ചിരി ആ ഒരു ഫോക്കസ് പോയ വഴി സെറ്റാക്കാൻ ഉള്ളൊരു സംഭവമാണത്. ഇത് കണ്ടോ? ഇപ്പം ഇവിടെയൊക്കെ ഇത്രയും വേണ്ട എമൗണ്ട് കുറച്ചിട്ട് സൈസ് കൂട്ടിയിട്ട് ഫെദർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ലൈറ്റായിട്ട് അതൊരു ഗ്രാജുവൽ പോലെ നമുക്ക് വേണമെങ്കിൽ സെറ്റാക്കാം. കലാബോധം ഉണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ സംഭവം ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് നൈസ്. ആൻഡ് ലെൻസ് ബ്ലറുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമതൊരു വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലെൻസ് ബ്ലർ റീസെറ്റ് ചെയ്യട്ടെ. റീസെറ്റ് ചെയ്യട്ടെ. നമുക്ക് കുറച്ച് പ്രീസെറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രീസെറ്റ്സ് ഉണ്ട്. അഡാപ്റ്റീവ് ബ്ലർ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു പ്രീസെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സറ്റിലായിട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ ക്ലിക്കിൽ അവിടെ പോയി പണിയേണ്ട, സറ്റിലായിട്ട് ചെയ്തു. സ്ട്രോങ് ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്തു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ സർക്കിൾ വേണമെങ്കിൽ സർക്കിളാക്കാം, ബബിൾ വേണമെങ്കിൽ ബബിളാക്കാം. ആ രീതിയിലുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ, നൈറ്റ് ലെവൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ, ജോമെട്രിക്ക് റിങ് നമ്മുടെ ഇവിടെയുള്ള ആ സാധനം തന്നെയാണത്. അപ്പം ഇത് കണ്ടോ? ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഏത് തരത്തിലുള്ള ബ്ലറാണ് വേണ്ടേ എന്നുള്ള കാര്യം. ഞാൻ ബൂസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഇങ്ങോട്ട് ഇവിടെ നോക്കിയാൽ മതി.
ഇപ്പോൾ ഇത് ഈ ഒണിയൻ റിങ്സ് എന്നുള്ള സംഭവമൊക്കെ ഉണ്ടാവും, ബൊക്കയ്ക്ക് വരുന്ന വ്യത്യാസങ്ങളുണ്ട്. അതൊരു ലെൻസുകളുടെ പ്രത്യേകതയാണ്. നോർമലി അങ്ങനെയുള്ള ഒണിയൻ റിങ്സ് പോലെ ബൊക്കെ വരുന്ന ലെൻസുകളുണ്ട്. ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ പോലെ വന്നു, ട്രയാങ്കിൾ അല്ല ഇതെന്ത് സാധനം, ഇതെന്ത് പേര്, പോട്ടെ, സർക്കിൾ പോലത്തെ ആണെങ്കിൽ എങ്ങനെ വരും, ഈ മോഡലാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പം അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇത് മെയിൻ ഫീച്ചറായി, മറ്റേത് എയർലി ആക്സസ് ആയി. സോ ഇറ്റ്സ് റിയലി യൂസ്ഫുൾ, നോട്ട് ബാഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്തുന്ന കാര്യങ്ങൾ. പിന്നീട് ഞാൻ പറയില്ല, എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. എനിവേ ഇറ്റ്സ് നത്തിങ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക, പുതിയ സാധനം അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഇത് എവിടുന്നാ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് റൂം അഡോബിയുടെ വെബ്സൈറ്റിൽ കിട്ടും. ആരും എന്നോട് ടോറൻറ്റ് എവിടുന്നാന്ന് ചോദിക്കരുത്, കാരണം ഞാൻ ടോറൻറ്റ് ഉപയോഗിച്ചിട്ട് വർഷങ്ങളായി. സോ ഐ ഡോണ്ട് നോ, ഐം സോറി. എനിവേ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ഫോർ നൗ, പീസ്.